കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനന്റെ, കൈവിടില്ലൻ കർത്തനന്റെ, കണ്ണുനീരെല്ലാം തുടയ്ക്കും, കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധുയനെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, സാധുയനെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങൾ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് ഒരു വോയിസ് ക്ലിപ്പ് ഇടണേ എനിക്ക്. ആമേൻ. പ്രസംഗം കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ്, വേറൊന്നുമല്ല. ഒരുപാടൊന്നും പറഞ്ഞില്ലേലും പാസ്റ്ററെ എനിക്ക് കിട്ടുന്നുണ്ട്, സന്തോഷം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞുതരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാം പേര് ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല, അല്ലാതെ തന്നെ ഞങ്ങൾ ആമേൻ എൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാ മിക്ക ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ചില സമയത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാറുണ്ട്, ഇല്ലേ? ചിലർക്ക് ബോട്ടുവാ വരും, ചിലർക്ക് സമയം അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. എന്നോട് കോമൺ ആയിട്ട് വിളിച്ച് പറയാറുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ക്ഷീണവും പരവേശവും. അന്നേരമാണ് ഓർക്കാത്ത കാര്യമൊക്കെ അന്നേരം ഓർക്കും, അന്നേരം എഴുന്നേറ്റ് പോയി അത് ചെയ്യണം തോന്നും. എന്തിനധികം പറയുന്നു, പ്രാർത്ഥിക്കാനുള്ളൊരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന പല ആളുകളുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ഒന്നും പോകത്തില്ല. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിന്നെ ആമേൻ. ഈ പ്രാർത്ഥനാ സമയത്ത് ചില സമയത്ത് ചിലപ്പം ക്ഷീണം തോന്നുന്ന പോലെ തോന്നും. ചിലർ പറയുന്നത് BP കുറഞ്ഞു പോയതാണ്, ഇനി ഷുഗർ കൂടുതലാണോ എന്നുള്ള. എന്നാൽ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ സമയം ഇടയ്ക്ക് ചിലർക്ക് വിവശത വരും. വിവശത. ആ വിവശത വരുമ്പോൾ ചിലരങ്ങ് കിടക്കും അവിടെ, കേട്ടോ. ചിലർ കിടന്നു. ഈ വിവശത വരുമ്പോൾ കിടന്നു, അതിന് കുഴപ്പമൊന്നുമില്ല. ആ വിവശതയിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങും, ഇല്ലേ? വിവശത, ആത്മവിവശത എന്നാണ് ഞാൻ പറയുന്നത്. ആത്മവിവശത അത് ഷുഗർ കുറഞ്ഞു പോയിട്ടോ പ്രഷർ കൂടി പോയിട്ടൊന്നുമല്ല. ആത്മവിവശത വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ, ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കാം ഒരാത്മവിവശത വന്ന് നിങ്ങൾ ആമേൻ ആ പായെ തന്നെ കിടക്കുക എന്ന് വിചാരിച്ചു. ഒരു ദർശനമോ വെളിപ്പാടോ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിങ്ങൾക്ക് തരും. ചിലർക്ക് പിന്നെ ആത്മവിവശത ഇല്ലാതെ തന്നെ വെളിപ്പാടുകൾ ലഭിക്കുന്നവരുണ്ട്. ആമേ, സ്തോത്രം. ദൈവത്തിൻ്റെ ഇടപെടൽ വ്യത്യസ്തമാണ്. നമ്മൾ ചിന്തിക്കുന്നതല്ല, എല്ലാം ഇങ്ങനെ തന്നെ വരണമെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. ഈ ആത്മവിവശതയിൽ പൗലോസ് ആത്മവിവശതയിലായ ഒരു ഭാഗം നിങ്ങൾക്കറിയാമല്ലോ, അല്ലേ? അപ്പോസ്തലർ പ്രവൃത്തി 22-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് ആത്മവിവശതയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്നു, എന്നിട്ടോ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി. കണ്ടോ? ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം വിവശതയിലായി. നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നു. ചാരി ഇരുന്നേക്കാം. ചിലർ ചാരി ഇരിക്കുമായിരിക്കും കാലം നീട്ടി. മറ്റു ചിലർ അങ്ങനെയല്ല, അവിടെ ആ മേശപ്പുറത്ത് തന്നെ കൈവച്ച് അങ്ങനെ കിടക്കും. നിങ്ങൾക്ക് ഉറക്കം വരുന്നതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ കിടന്നതല്ല, ഒരാത്മവിവശതയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുപോവുക. ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, ചില വ്യക്തിയോടുള്ള ബന്ധത്തിൽ, ചില കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സംസാരിക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാ. അതിനാണ് ഈ ആത്മവിവശത, കേട്ടോ. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാണ്ട് ഷുഗർ കുറഞ്ഞു കേട്ടോ, പ്രഷർ കൂടിയതാണോ എന്നറിയത്തില്ല, പരവേശമാണല്ലോ,
ഇതൊരു ആത്മവിവശതയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുക. ഈ 2024 ഒരുപാട് ആത്മവിവശതകൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം ചിലർക്കുള്ള സന്ദേശങ്ങൾ അതിനകത്തൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൈമാറുന്നുണ്ടെങ്കിൽ, ചിലർക്കുള്ള ആ ദൂതുകൾ, ചില കുടുംബങ്ങൾക്കുള്ള ദൂതുകൾ, ചില വ്യക്തികൾക്കുള്ള, ചില ദൈവദാസന്മാർക്കുള്ള ദൂതുകൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന ദിവസങ്ങളാക്കി ഈ വിവശതകൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. ആമേൻ. ഈ വിവശതയിൽ എന്താ സംഭവിച്ച? പൗലോസ് അവനെ കണ്ടു, കർത്താവിനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടു പോക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്നെന്നോട് കൽപ്പിച്ചു. ഈ വിവശതയിൽ ഉണ്ടായ ഒരു ശബ്ദമാണത്. എന്താ ശബ്ദം? പെട്ടെന്ന് യെരൂശലേം വിട്ടു പൊക്കോളാൻ. കണ്ടോ? നീ ഈ പറയാൻ പോകുന്ന കാര്യമൊന്നും ഇവര് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വിശ്വസിക്കുന്ന സ്ഥലത്തേക്ക് പൊക്കോളാനാ ചുരുക്കി പറഞ്ഞാൽ. 20 വർഷമായി, 25 വർഷമായി. ഒരു ലൈഫ് മുഴുവൻ വെറുതെ കളയരുത് പ്രിയരെ. കേൾക്കാൻ താല്പര്യമില്ലാത്തിടത്തല്ല, കേൾക്കാൻ മനസ്സുള്ള സ്ഥലത്തേക്ക്, കേൾക്കാൻ കൈക്കൊള്ളുവാൻ മനസ്സുള്ള സ്ഥലത്തേക്ക് പൗലോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു വിടുക. എവിടെ ഇരിക്കുമ്പോഴാ? ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നിരതനായിരിക്കുന്ന പൗലോസ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പൗലോസിനോട് സംസാരിക്കുക. പൗലോസിനോട് പറയാ, യെരൂശലേമിൽ ഇനി അധികം നേരം നിൽക്കണ്ട, വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയോ. കാരണം എന്താണെന്നറിയോ? നീ പറയുന്നത് കേൾക്കുകയല്ല, നിന്നെ കൈക്കൊള്ളുന്നില്ല, നിന്നെ ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. അവിടെ അധികം നേരം നിൽക്കണം. നീ എൻ്റെ കൂടപ്പുറപ്പേ, നിങ്ങളെ ഒരു ശുശ്രൂഷകനായിട്ട് പോലും ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തോടത്ത് നിൽക്കണോന്നാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറയും അവിടെ നിന്ന് വേണം നമ്മൾ ശുശ്രൂഷകനായിട്ട് കളിക്കാൻ. വലിയൊരു ദൗത്യം ഏൽപ്പിച്ചേക്കുക. ഇത് എപ്പോഴാണ് ചെയ്ത് തീർക്കുക? എത്തിക്കണ്ടേ? യേശുക്രിസ്തു പറഞ്ഞു വരുന്നു, കർത്താവിന്റെ വരവിങ് അടുത്തെത്തി. ജനം അറിയണ്ടേ? ജനം അറിയണം. നിങ്ങൾ പറ, ജനം അറിയണം. സ്തോത്രം. ജനം അറിയണമെങ്കിൽ ഞാനും നിങ്ങളും ഓടണം. സ്തോത്രം കേട്ടോ, ഞാനും നിങ്ങളും ഓടണം. പൗലോസിനോട് പറഞ്ഞ് ശ്രദ്ധിച്ചേ, നീ യെരൂശലേം വിട്ട് പുറപ്പെട്ടു പോക. ഉണ്ടോ? 18 വാക്യം, നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടു പോകാം. ഒട്ടും ലേറ്റ് ആക്കരുത്. വിട്ടുപോക്കോ. നിന്നെ ഉൾക്കൊള്ളാത്തോടത്ത് നീ അധികം നിൽക്കരുത്. നിന്നെ കൈക്കൊള്ളാത്തോടത്ത് ഒരിക്കലും നിൽക്കരുത്. നിന്റെ സാക്ഷ്യം അംഗീകരിക്കാത്തോടത്ത് ഒരു മിനിറ്റ് കളയരുത്. സ്തോത്രം. ആകാശം കാണാൻ വേണ്ടി തിക്കൊണ്ടാക്കണോ? ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യം, ആകാശം കാണാൻ തിക്കൊണ്ടാക്കണോ? പറ, നിങ്ങൾ കാണാം. കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരാളെന്നോട് ഇങ്ങനെ പറയാ, ദേവദാസനെ, എന്നാക്കെയാന്ന് പറഞ്ഞാലും ചിത്രം വരയ്ക്കാൻ ഒരു ചുവര് വേണ്ടേ? എൻ്റെ പ്രിയരെ, ഞാനും നിങ്ങളും ആരെയാ സേവിക്കുന്നേ? ഒരു ചുവരും ഇല്ലാത്തോടത്ത് ചിത്രം വരച്ച ആളെയാ. വല്ലോ പിടി കിട്ടുന്നുണ്ടോ? ചിത്രം വരയ്ക്കാൻ ചുവര് വേണ്ടേന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഒന്ന് പ്രസംഗിക്കാൻ, ഒന്ന് പാടാൻ ഒരു സ്റ്റേജ് വേണ്ടേ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ആ സ്റ്റേജ് ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം വേണ്ടേ? അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ചിത്രം വരയ്ക്കാൻ ചുവര് വേണ്ടേ? എൻ്റെ കൂടപ്പുറപ്പേ, ആകാശം കാണാൻ തിക്കൊണ്ടാക്കണോ? പറ. കഴിഞ്ഞ 28 വർഷമായി ഒരു ചുവരും ഇല്ലാത്തോടത്താ ഞാൻ ചിത്രം വരച്ചോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ആന്ധ്രയെ ചിത്രം വരച്ചോണ്ടിരിക്കുക ഞാൻ. ആരെന്നെ അങ്ങോട്ട് ക്ഷണിച്ചു? ആരെങ്കിലും ക്ഷണിച്ചു എന്നോട് അങ്ങോട്ട്? സ്തോത്രം. ഈ ദൗത്യം എടുത്തോണ്ട് ഞാൻ പോയി അങ്ങോട്ട്. അതുകൊണ്ട് 100 കണക്കിന് 1000 ആളുകൾ സുവിശേഷം കേട്ടു. സ്തോത്രം. എനിക്ക് ആരെങ്കിലും ചുവരുണ്ടാക്കി തന്നോ? എനിക്കുണ്ടാക്കി ചുവരുണ്ടാക്കി തന്ന ആരെങ്കിലും ഉണ്ടോ? എവിടെയില്ല.
അവിടെ എവിടെയെങ്കിലും ചൂരുണ്ടാക്കി തന്നോ? സ്തോത്രം. ആ മൈക്കും എടുത്ത്, ആ കോളാമ്പി എടുത്ത്, ആ ചെറിയ സ്പീക്കറും എടുത്ത് ആ റോഡിലോട്ട് ഇറങ്ങിക്ക്. സുവിശേഷം പ്രസംഗിക്കാവോ? പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മവിവശത ഉണ്ടായപ്പോഴത്തേക്ക് പൗലോസിനോട് പറയാ, യെരൂശലേമിൽ നിന്ന് വിട്ടുപോക്കോളാൻ. നമ്മളാണെങ്കിൽ രണ്ടു പ്രാവശ്യം ആലോചിക്കും, ഇല്ലേ? പോണോ? ഇത്ര നല്ല സെറ്റപ്പ് വിട്ടിട്ട് പോണോ? ഇവിടെയാണ് എല്ലാവരും ഉണ്ട്, എല്ലാത്തിനും എല്ലാവരും ഉണ്ട്. പക്ഷേ നിന്നെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല. സ്തോത്രം. അംഗീകാരം ഒരു വലിയ പ്രശ്നമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്ന് പറഞ്ഞാൽ അവന് ഈ ചില ആളുകളുണ്ടല്ലോ, അവർക്ക് അവരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന വലിയ പ്രശ്നമാണ്. ഭയങ്കര ദേഷ്യം അവർക്ക്. ദേഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്താൽ. എന്ന് പറഞ്ഞാൽ അവരെ ഇപ്പോൾ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ വേറൊരാളെയും ആ കൂട്ടത്തിൽ വേറൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. അവരെന്തെങ്കിലും കള്ളത്തരം കാണിക്കുമ്പം ഇദ്ദേഹം അത് നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുമ്പോഴത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുക, നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, അവരെ എനിക്ക് പണ്ടേ അറിയാമെന്നാണ് എന്ന് പറയുമ്പം ഈ പറഞ്ഞവൻ കള്ളനായോ? പറഞ്ഞവൻ കള്ളനായോ? അദ്ദേഹത്തിന് പിന്നെ ഭയങ്കര വിഷമമാണ്. കാരണം അദ്ദേഹം വിശ്വസ്തനായി നിൽക്കുന്ന ഈ മനുഷ്യനെ വിശ്വസിക്കാത്ത ഒരു ഉത്തരവാദിത്തപ്പെട്ട ആള്. അങ്ങനെയല്ലേ അദ്ദേഹം കാണുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പിന്നെ അവിടെ നിൽക്കുകയില്ല, ഒരുത്തരം നിൽക്കുകയില്ല, ആ കൂട്ടത്തിൽ നിൽക്കുകയില്ല, അവിടെ നിന്ന് മാറും. സ്തോത്രം. അംഗീകാരം ഒരു വലിയ പ്രശ്നമാണ്. അംഗീകാരം നമ്മളൊക്കെ പറയും അംഗീകാരം ഒന്നും വിഷയമുള്ള കേസല്ലെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, അംഗീകാരം ഒരു വലിയ വിഷയം തന്നെയാണ്. സ്തോത്രം. പണ്ട് ഞാൻ സുവിശേഷവേലയിൽ എനിക്ക് ഉണ്ടായ 1-2 അനുഭവങ്ങളെ കൂടി പൂർത്തി പറയാം. ഒരു 4-5 പേര് ഒരുമിച്ച് കണ്ടപ്പോൾ ഞാനും ആ കൂടെയുണ്ട്. ഞാൻ അവിടെ പ്രസക്തമല്ല എങ്കിലും ഞാൻ ആ കൂടെയുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, അറിയോ ഉള്ളിനെ? എന്നെ നോക്കിയിട്ടേ പറയുന്നത്, അറിയോ? എന്നിട്ടൊരു വളരെ മോശം കളിയാക്കിയ ഒരു ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാം കൂടെ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊരു ചിരി. അവർ പറഞ്ഞതെന്നാന്ന് ഞാൻ കേൾക്കുകയും ചെയ്തു. ഞാൻ പിന്നെ ഒരു പൊട്ടനെ പോലെ അവരുടെ കൂടെ നിന്ന് സാറേ എന്നൊക്കെ വിളിച്ചോണ്ട് നിന്നു. എന്നെ ഇങ്ങനെ കളിയാക്കി 5 എണ്ണം ഇന്ന് കർത്താവിൻ്റെ പേരെ പോലും ഇല്ല, 5 പേരും ഇല്ല. ഞാനെന്നും അല്പമായിട്ട് ദൈവത്തിനോട് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അംഗീകാരം വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ ഗ്രൂപ്പ് കൂടി നിന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു മനുഷ്യനോട് മറ്റൊരാളുടെ കാര്യം വളരെ മോശമായിട്ട് കളിയാക്കി പറയുന്നെങ്കിൽ കൃപ നിന്നെ വിട്ടു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് നിന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ടെന്ന് ചെക്ക് ചെയ്തു. ഒരാത്മവിവശത നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ എങ്കിൽ ദൈവശബ്ദം പുറകെ ഉണ്ടാവും. ഇന്ന് രാവിലെ കർത്താവേ എനിക്കൊരാത്മവിവശത വേണം എന്ന് പ്രാർത്ഥിക്കേണ്ട. ദൈവം നിങ്ങളെ ആത്മവിവശത്തിലേക്ക് കൊണ്ടുവരും. അതെപ്പോഴാ? ചില സന്ദേശങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ, ചില വാക്കുകൾ നിങ്ങളോട് പറയാൻ. ഇന്ന് രാവിലെ അതിനുവേണ്ടി ഈ വർഷം ഒരുപാട് പേരോട് ദൈവാലോചന അറിയിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കണ്ണടച്ചു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവരുടെ പുത്രനിശ്ചിതമായ യേശു ക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് ചേർത്തിലേക്ക് കടത്തി വരികയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഒരാത്മവിവശത, അനേകരുടെ ദൈവവചനം സംസാരിക്കാൻ, അനേകരുടെ ദൂത് കൈമാറുവാൻ, അനേകരുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആമേൻ ചില ദൂതുകൾ കൈമാറുവാൻ കർത്താവിനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കണം, വ്യക്തമായി സംസാരിക്കണം, ഒരു പഴുതില്ലാത്ത രീതിയിൽ സംസാരിക്കണം, ഓപ്പണാക്കി സംസാരിക്കണം. ഞാൻ അതിനോട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരെ സഹായിക്കണമേ, കൃപ ചെയ്യണമേ. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. ദൈവം കൃപ ചെയ്യണം. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, മറക്കരുത്, നിങ്ങൾക്കൊരാത്മവിവശത തരുന്നത് ചില വ്യക്തികളോട് സംസാരിക്കാനാണ്, അല്ല നിങ്ങളോട് തന്നെ സംസാരിക്കാനാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ പറയാൻ. സ്തോത്രം. ആ ആത്മവിവശതയിലേക്ക് ദൈവത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിയാൻ
ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.